തകർന്നു തരിപ്പണമായി കിടക്കുന്ന സംസ്ഥാനത്തെ റോഡുകളെപ്പറ്റി എപ്പോൾ ശരിയാക്കുമെന്ന തലക്കെട്ടിൽ മാതൃഭൂമി ന്യൂസ് വാർത്താ പരമ്പര നൽകിയിരുന്നു. ദൃശ്യങ്ങൾ സാക്ഷ്യമായി ഉണ്ടായിരുന്നിട്ടും റോഡുകൾക്കൊന്നും കാര്യമായ പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. മാർച്ച് മാസത്തിൽ തീരും, 2 ആഴ്ചയ്ക്കുള്ളിൽ തീരും, ജൂൺ 15-ന് തീരും, ഇന്ന് തീരും, നാളെ തീരും എന്നുമൊക്കെ പറയുന്നത് കേട്ട് തലസ്ഥാനവാസികളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഇരുന്നത്. ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അവർക്ക് ഗേറ്റ് തുറന്നാൽ കാണാൻ കഴിയുന്ന ഈ കുഴിയാണ്. ടാർ ഇട്ട റോഡായിരുന്നു ഇപ്പോഴല്ല, കുറച്ചു കാലം മുൻപ്. ഇപ്പോഴും ടാറൊക്കെ ഉണ്ട്, അതിലെയും ഇതിലെയും. സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണമടക്കം അനന്തമായി നീണ്ടുപോകുകയാണ്. ഈ വിഷയമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. സംസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് റോഡുകളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് എന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരം MLA ആണ് നോട്ടീസ് നൽകിയത്. എത്ര റോഡുകളിലൂടെ ആളുകൾക്ക് എല്ലൊടിയാതെ യാത്ര ചെയ്യാനാവും സർ? എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു? എത്ര സ്ത്രീകൾക്ക് അബോർഷനായി? കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന മുഖ്യമന്ത്രി എന്തേ കേച്ചേരി റോഡ് ഒഴിവാക്കിയത്? വടക്കാഞ്ചേരി വഴി തൃശ്ശൂരിലേക്ക് ചുറ്റിവളഞ്ഞ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പോയത് കുഴികൾ മറികടക്കാനാണ് സർ. മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ? സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമാണെന്നായിരുന്നു മന്ത്രിയുടെ വാദം. വിഷയം അവതരിപ്പിച്ച നജീബ് കാന്തപുരത്തിന് നേരെ പരിഹാസവും. KPCC പ്രസിഡന്റ് K സുധാകരനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന കൂടോത്ര വിവാദവും മന്ത്രി മറുപടിയിൽ പരാമർശിച്ചു. സർ, അദ്ദേഹം ഇവിടെ മണിച്ചിത്രത്താഴിന്റെ കഥ പറഞ്ഞു. അതിൽ ഗംഗ ശോഭന വളരെ വിനയത്തോടെയുള്ള ശോഭനയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു ഗംഗ ശോഭനയാകുമെന്നാണ്. കാരണം തന്റെ മണ്ഡലത്തിൽ ഇത്രയധികം BMMBC റോഡും പദ്ധതികളും കിട്ടിയതിൽ ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഞാൻ ഞെട്ടിപ്പോയി സർ, അദ്ദേഹം ഒരു നാഗവല്ലി ശോഭനയായി മാറി. സർ, ഇപ്പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ, ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ, ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ. നാട്ടിലെ റോഡുകൾ കുരുതിക്കളമായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആക്സിഡന്റിന്റെ ലിസ്റ്റ് 2021 ജൂൺ മുതൽ 2023 ഡിസംബർ വരെ 1,10,714 റോഡ് അപകടങ്ങളാണ്. മരിച്ചത് 10,000 പേരാണ്. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടു. നിയമസഭയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.